ഇന്നൊരു 4 കിലോ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വാങ്ങിക്കണം ഫ്രൈ ചെയ്യാനാവുമ്പോഴേ. അപ്പോൾ ഇതാ ഞാൻ ഒരു ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ കുറച്ച് പച്ചമുളക് അരച്ചതും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ മുളക് പൊടിക്കുമ്പോൾ കാശ്മീരി മുളകും സാധാ മുളകും കൂട്ടിയിട്ടാണ് പൊടിക്കല്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. മുളക് പൊടിക്ക് എരിവും ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും അതേപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പെരുജീരകം പൊടിച്ചതും ചേർത്തു. പിന്നെ കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല കേട്ടോ. അപ്പം ഇത്രയൊന്നും നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി വരില്ല. അത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്രയൊക്കെ വേണ്ടി വരും. അപ്പം ഞാൻ കറക്റ്റ് അളവ് എന്തായാലും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ടോപ്പ് ചേർത്ത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തതൊക്കെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴുള്ളൂ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മസാല കുറച്ചൊന്നിങ്ങനെ ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് വെള്ളം പാകാവും. അപ്പോൾ അത് അതേപോലെ നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടോ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പാകമാണ് നമ്മളെ ഉപ്പൊക്കെ. പിന്നെ ഞാനിതാ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിലേ മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുരുമുളക് പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ബിരിയാണിക്കും മന്തിക്കും ഒക്കെ ഉള്ളൊരു ഓർഡർ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല ഫ്രൈ ചെയ്യണത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മസാലക്കൂട്ടൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒരേ രീതിയിലൊന്നും ആവില്ല ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചെന്നുള്ളൂ. ചിക്കൻ നമ്മൾ ചൂടായ എണ്ണയ്ക്ക് ഇട്ടാൽ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ചിക്കനുമുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു എണ്ണയിൽ അങ്ങോട്ട് കലരും. അപ്പോൾ ചിക്കനുമ്പോൾ മസാല ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും നാരങ്ങയും പച്ചമുളകൊക്കെ അതിൻ്റെ മേലെ കൂടെ